ഫ്രണ്ട്സ് SSCയുടെ അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ അത്യാവശ്യം വാക്കൻസിയിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ ആയിട്ടാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത്. നമുക്ക് വളരെ ഫെമിലിയർ ആയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ആയിട്ടൊന്നും വാക്കൻസിലും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ്സോ +2 ഇനി ഡിപ്ലോമയോ ഡിഗ്രിയോ ഇനി PG ഒക്കെ ഉള്ളവർക്ക് വിവിധ ക്വാളിഫിക്കേഷനുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാം. ഇപ്പോൾ ഇവിടെ കാണാം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ, അതുപോലെ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈന്, ഡയറക്ടറേറ്റ് ഓഫ് പ്ലാന്റ്, അതുപോലെ നിങ്ങൾക്ക് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ തുടങ്ങിയിട്ടുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഫിഷറി സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈൻ, അതുപോലെ നാഷണൽ ഡിഫൻസ് അക്കാദമി, സെൻട്രൽ ഫെർട്ടിലൈസർ ക്വാളിറ്റി കൺട്രോൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കുകയാണ്. സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് CPWD, സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ, സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ്, സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, നാഷണൽ ടെസ്റ്റ് ഹൗസ്, ക്വാളിറ്റി കൺട്രോൾ സെൽ, സെൻട്രൽ സിൽക്ക് ബോർഡ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇട്ടോ. അത് നമ്മൾ വായിച്ച് കഴിഞ്ഞാൽ അവിടെ തീരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളതും നിങ്ങൾക്ക് അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അഡ്വർടൈസ് നമ്പർ കാണാം, phase 13 2025 സെലക്ഷൻ പോസ്റ്റ്. അപ്പോൾ phase 13ലേക്കാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2/6/2025 മുതൽ 23/6 ഈ പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ജൂൺ 23 വരെയാണ്. ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 24 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീ അടയ്ക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ എന്തെങ്കിലും അപേക്ഷയിൽ എന്തെങ്കിലും കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ, എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഡേറ്റ് ഇവിടെ ഉണ്ട്. ഈ 3 ദിവസം ഉണ്ട്. അതായത് 28/6 മുതൽ 30/6 വരെ ഈ 3 ദിവസത്തിലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് തിരുത്താനുള്ള ഓപ്ഷനാണ്. മാക്സിമം തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കുക. കാരണം എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ നിങ്ങളുടെ അപേക്ഷ വരെ റിജക്റ്റ് ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കി പ്രോപ്പറായിട്ട് ചെയ്യാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തെറ്റുകൾ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ നിങ്ങൾക്ക് എന്താണ് 28/6 to 30/6 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് തിരുത്തുന്നതിന് ഒരു ഫൈൻ ഒക്കെ ഉണ്ട്. അത് എത്ര ഞാൻ പറഞ്ഞുതരാം. ഇനി അതോടൊപ്പം തന്നെ ഇതിന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് ഒക്കെ ഇപ്പോഴേ അവർ ഡിക്ലെയർ ചെയ്തതിന് കൂടെ കാണാം. 24 ജൂലൈ ടു ഓഗസ്റ്റ് 4 ഈ പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഏകദേശം ഈ ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് വേണമെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അന്വേഷിക്കാനാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ നമുക്ക് വാക്കൻസി വന്നിരിക്കുന്നത് ഓരോരോ സോൺ വൈസ് ആയിട്ടാണ് വാക്കൻസി വന്നിരിക്കുന്നത്. നമ്മൾ കേരളം ഉൾപ്പെടുന്നത് KKR റീജിയനിലാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇവിടെ ഓരോ കോഡുകൾ കാണാം. റീജിയൻ അതായത് CR എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കോഡുകൾ കാണാം. അതൊക്കെ ഞാൻ വ്യക്തമാക്കി തരാം നിങ്ങൾക്ക്. നമ്മളിവിടെ KKR നോക്കിയാൽ മതി. കേരളം നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഏത് റീജിയനിലെ പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതാ KKR എന്നുള്ളത്. നമുക്ക് കേരള കർണാടക റീജിയനാണ് KKR. അവിടെ കാണാൻ നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് 103 മുതലാണ് സീരിയൽ നമ്പർ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ KKR റീജിയൻ. അപ്പോൾ 2000-ലധികം വേക്കൻസികളാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ SSCയുടെ വേക്കൻസി പറഞ്ഞാൽ ഇനിയും കൂടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ KKRൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏതൊക്കെ പോസ്റ്റുകൾ ഇവിടെ കാണാം. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അതായത് ഇൻസ്ട്രക്ടർ ട്രെയിനിങ് അതിവിടെ കാണാം. നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ്. അവിടെ നിങ്ങൾക്ക് 18 to 30 ഏജ് ലിമിറ്റ്. സാധാരണ ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. SC/ST ആണെങ്കിൽ 5 വർഷം, OBC NCL ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. PWD ആണെങ്കിൽ വിഡോസ് ഡിവോഴ്സ്ഡ് ആയ വനിതകളാണെങ്കിലും അതുപോലെ എക്സ്-സർവീസ്മാൻ ആണെങ്കിലൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആൻഡ് എബോവ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവുള്ളൂ. അപ്പം ഗ്രാജുവേഷൻ അതുപോലെ തന്നെ അതിന് വേറെ ക്വാളിഫിക്കേഷൻ വേണ്ടി വരും. അതൊക്കെ എന്താണെന്നുള്ളത് എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടോ. ലെവൽ 6 ആണ്. ഇതിൽ വാക്കൻസി റിസർവ്ഡ് വാക്കൻസി ആണ് അല്ലെങ്കിൽ ജനറൽ വാക്കൻസി ആണെന്നൊക്കെ ഇതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെ നോക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് ഞാനൊന്ന് അതിൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. അത് ലബോറട്ടറി അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്. ഇതിൽ +2 ആണ് അതിൻ്റെ ലെവൽ വരുന്നത്. അതുപോലെ തന്നെ അതൊക്കെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. അത് സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്നതും ഞാൻ കാണിക്കാം. ടെക്നിക്കൽ ഓഫീസർ ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ്റെ എബോവ് ആണ്. അതുപോലെ ഇതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ കാണാം കേട്ടോ. നിങ്ങൾക്ക് ക്വാളിറ്റി കൺട്രോൾ സെല്ലാണ്. അതുപോലെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിലും വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ 18-30 ആണ്. ഗ്രാജുവേഷൻ്റെ എബോവ് ആണ് ക്വാളിഫിക്കേഷൻ. ദെൻ സീനിയർ കമ്പ്യൂട്ടർ, അതുപോലെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ഡയറക്ടറേറ്റ് ഓഫ് പ്ലാന്റ് പ്രൊട്ടക്ഷനിലേക്കാണ് ഗ്രാജുവേഷൻ്റെ എബോവ് ആണ്. പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സീനിയർ ആർട്ടിസ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ഓരോരോ പോസ്റ്റ് എടുക്കണം. അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റൻറ്റ് ടെക്നിക്കൽ, അതുപോലെ തന്നെ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട്. ഇത് ഗ്രാജുവേഷൻ എബോവ് ആണ്. അടുത്തവിടെ 10ാം ക്ലാസ് യോഗ്യത ഉള്ളതുകൊണ്ട് അതും കൂടെ കാണാം. ടെക്നിക്കൽ അറ്റൻഡൻ്റ് ആണ്. അത് നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ NCCയിലേക്കാണ് കേട്ടോ.
പിന്നെ അതുപോലെ ടെക്നിക്കൽ അറ്റൻഡൻറ്റ് വീണ്ടും ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ ഉണ്ട്, +2 ലെവലാണ്. ഫീൽഡ് അസിസ്റ്റൻ്റ് ഉണ്ട്, മെട്രിക്കുലേഷൻ. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് KK റീജിയൻ മാത്രം മതിയെങ്കിൽ നിങ്ങൾ അത് നോക്കുക. അതെങ്ങനെയാണ് നോക്കേണ്ടത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഏത് റീജിയനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, എത്ര പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അത് നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ഓരോ ലെവലിൽ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോസ്റ്റ് വൈസ് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വേക്കൻസി നോക്കുക, എലിജിബിലിറ്റി നോക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ നോക്കണം. കാരണം അത് എനിക്ക് കാണിച്ചു തരിക എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ 2-3 മണിക്കൂറൊക്കെ ഇരുന്ന് നമ്മൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അത് നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കും. അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക. ജിയോ സിലജിലായിട്ട് നമ്മുടെ വെബ്സൈറ്റിലാണ്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക നിങ്ങൾ. പിന്നെ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പ്രൈവറ്റ് ജോബ്സ് കാര്യങ്ങളൊക്കെയാണ് അതിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇവിടെ കേരള ജോബ്സിലൂടെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. SSC Phase 13 സെലക്ഷൻ പോസ്റ്റ് എന്നാണ് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളത് ഓപ്പൺ ആയി. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ പോസ്റ്റൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിവിടെ കൺട്രോൾ എന്നില്ല. അതിൻ്റെ താഴെ ഇവിടെ എവിടെയെങ്കിലും 5 പോസ്റ്റോട് ലിസ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കണ്ടെത്താവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് സെർച്ച് ബാറുണ്ട് കേട്ടോ. ഞാനത് അറിയാത്തവർക്കാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് പിന്നെ അത് കണ്ടില്ലല്ലോ, അത് ഇല്ലേന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇവിടെ കാണുമെങ്കിൽ കേരള ജോബ്സ് ആയിട്ട് ഇവിടെ SSC Phase 13 സെലക്ഷൻ അത് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കുന്നു. അത് ഓപ്പൺ ആക്കുമ്പോൾ ആ പോസ്റ്റിൽ ഞാൻ ഡീറ്റെയിൽ ഉള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ടെലഗ്രാം. ഇതിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. കറക്റ്റായിട്ട് നമുക്കൊരു ചാനലൊക്കെ ഉണ്ട്, അതിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അപ്ഡേഷനൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു വന്നത് ഇതിൻ്റെ വാക്കൻസി ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. SSC വാക്കൻസി ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. SSC വാക്കൻസി ഡീറ്റെയിൽസ് ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ SSC വാക്കൻസി ഡീറ്റെയിൽസ് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെ വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇവിടെ കാണാമെങ്കിൽ പോസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് കാണാം. ഇവിടെ കാണാം സെലക്ട് എക്സാമിനേഷൻ ഡ്രോപ്പ് ഡൗൺ പിന്നെയാണ്. താഴോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ കാണാം Phase 13 2025 സെലക്ഷൻ പോസ്റ്റ്. അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതാ സെലക്ട് റീജിയൻ എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കേരളത്തിലേക്കാണ് വേണ്ടെങ്കിൽ നമ്മൾ കേരള കർണാടക റീജിയനാണ് നോക്കേണ്ടത് കേട്ടോ. കേരള കർണാടക റീജിയൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ സെർച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കേരള കർണാടക റീജിയനിൽ വന്നിരിക്കുന്ന വേക്കൻസികൾ മാത്രമേ ഉള്ളൂ. നമുക്ക് 4 പേജായിട്ടാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ എന്ത് ചെയ്യുക, നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ 10th ലെവൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ലെവൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്കതാ ഇവിടെ പോസ്റ്റ് കോഡ് ഉണ്ട്. ഈ പോസ്റ്റ് കോഡൊക്കെ നോക്കി എളുപ്പത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതാണ് പോസ്റ്റ് കോഡ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ടെക്നിക്കൽ ക്ലർക്ക് എന്നുള്ളതാണ് ഞാൻ ഓപ്പൺ ആയി കാണിക്കുന്നത് നിങ്ങൾക്ക്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇതായി ഒരു ഐ ബട്ടൺ ഉണ്ടല്ലോ ഇവിടെ, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാം. പോസ്റ്റ് കോഡ് ഇവിടെ കാണാം, പോസ്റ്റ് നെയിം കാണാം, ഇനീഷ്യൽ പ്ലേസിംഗ് ഓഫ് പോസ്റ്റിംഗ് ഇത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. ഓക്കെ, പോസ്റ്റിംഗ് നമ്മുടെ KK റീജിയൻ ആണെങ്കിൽ ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ന്യൂഡൽഹിയാണ്. ഇവിടെ ജോബ് റിക്വയർമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളിവിടെ കാണുന്നത്. ലെവൽ ഓഫ് എക്സാമിനേഷൻ ഹയർ സെക്കൻഡറി ആണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ഇതാ +2 പാസ്സായാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ വേക്കൻസി ഉണ്ടോ, ഫീമെയിൽ മെയിൽ ആർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇവിടെ കൊടുക്കുന്നുണ്ട്. മെയിൽ ഫീമെയിൽ ഒക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഗ്രൂപ്പ് C ആണ്, 18-27 ആണ്. ഓക്കെ, ഇനി PWDക്ക് റിസർവ് ഏതൊക്കെ സ്യൂട്ടബിൾ ആണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കാറ്റഗറി വൈസ് വേക്കൻസി അവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ ഒരു വേക്കൻസിയാണുള്ളത്. ഓക്കെ, പിന്നെ OBCക്ക് 2 വേക്കൻസി ഉണ്ട്. പിന്നെ EWSന് 1 വേക്കൻസി ഉണ്ട്. അങ്ങനെ ടോട്ടൽ 4 വേക്കൻസിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത പോസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇപ്പം ഞാൻ കുറച്ചും കൂടെ അടിച്ചിട്ട് ഇതാ ഇവിടെ കാണാമെങ്കിൽ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഈ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എന്ന് കാണാൻ കൊച്ചിയിലാണ്. നമ്മുടെ കേരള കൊച്ചിയിലാണ്. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ജോബ് റിക്വയർമെൻറ്റ് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ്സ് ആൻഡ് എബോവ് ആണ്. അതിൽ നമുക്ക് വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ. ഓക്കെ, നമ്മുടെ ഏതെങ്കിലും വിഷയത്തിലുള്ളൊരു ഗ്രാജുവേഷൻ വേണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ വേണം. മിനിമം 1 year ഡ്യൂറേഷനുള്ള ഡിപ്ലോമ വേണം. ടൂറിസം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ട്രാവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് ഒരു 1 year ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിപ്ലോമയ്ക്ക് പകരം നിങ്ങൾക്ക് ടൂറിസത്തിലോ ഹോസ്പിറ്റാലിറ്റിയിലോ അല്ലെങ്കിൽ ട്രാവൽ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷനിലോ നിങ്ങൾക്ക് എന്താണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്ലോമയും വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ജസ്റ്റ് ഡിഗ്രി മതി. അതായത് ഈ നമ്മുടെ എന്താ പറയുക ഹോട്ടൽ മാനേജ്മെൻറ്റിലോ ഹോട്ടൽ അഡ്മിനിസ്ട്രേഷനിലോ
ഉള്ള ജസ്റ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ടൂറിസം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റിയിലുള്ള ഒരു ജസ്റ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അവിടെ പിന്നെ ഡിപ്ലോമയോ മറ്റോ ഡിഗ്രിയോ ഒന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, ഇതിൻ്റെ പേ ലെവലിലൂടെ കാണാൻ പറ്റും. അതിൻ്റെ പോസ്റ്റിംഗ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഗ്രൂപ്പ് ബി ആണ്, 18-30 ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഈ PWDയിൽ തന്നെ ഏതൊക്കെ കാൻഡിഡേറ്റ്സിലേക്ക് സ്യൂട്ടബിൾ ആണ് അവിടെ കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോ എന്ന് കണ്ടാൽ അത് അവർ സ്യൂട്ടബിൾ അല്ല, ഈ പോസ്റ്റിലേക്ക് അവർ സ്യൂട്ടബിൾ അല്ല എന്ന് മനസ്സിലാക്കാം. വേക്കൻസി കാണാം, ജനറൽ ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ ജനറലിൽ വേക്കൻസി ഉണ്ടെങ്കിൽ ഇപ്പോൾ SCക്ക് STക്ക് അല്ലെങ്കിൽ OBCക്ക് ഒന്നും വേക്കൻസി ഇല്ലെങ്കിൽ അവർക്ക് ജനറലിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ അങ്ങനെ ടോട്ടൽ 3 വേക്കൻസിയാണ്. പിന്നെ ഇവിടെ SCക്ക് OBCക്ക് അങ്ങനെ നിങ്ങൾ നോക്കണം. അപ്പോൾ ഞാനിത് ഓരോന്ന് എടുത്ത് നോക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്, കാരണം അത്രയും പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് KKR റീജിയനിൽ തന്നെ അത്യാവശ്യം വേക്കൻസികളുണ്ട്. ഓക്കെ, അപ്പോൾ 4 പേജ് അതിൽ തന്നെ വരുന്നുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് അടുത്തത് കർണാടക റീജിയൻ പോയിട്ട് ഇനി സദേൺ റീജിയനിലും വേക്കൻസി ഉണ്ട്. കാരണം സദേൺ റീജിയൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഇതൊക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ സദേൺ റീജിയൻ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അങ്ങനെയും നോക്കാം. അതിലും കൂടെ കാണാൻ പറ്റും 4 പേജ് അതിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് വിവിധ, അതായത് ഇപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കുക. ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ എന്നുള്ളതാണെങ്കിൽ 10ാം ക്ലാസ് ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ടോ, അതിൻ്റെ വേക്കൻസി നിങ്ങൾക്ക് ടോട്ടൽ വേക്കൻസി കാര്യങ്ങളിലൂടെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആ പോസ്റ്റ് കോഡ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇതാണ് പോസ്റ്റ് കോഡ്. ഓക്കെ, പോസ്റ്റ് കോഡ് ജസ്റ്റ് എഴുതി വെക്കാം. എന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ പറയുന്ന ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ പോസ്റ്റ് കോഡ് കണ്ടെത്തി ഡയറക്റ്റ് അതിൻ്റെ ചെക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്യുക, മാക്സിമം ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ എലിജിബിൾ ആണോ നോക്കിയിട്ട് അങ്ങനെ ആ പോസ്റ്റ് കോഡ് നിങ്ങൾ എഴുതി വെക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമാക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പോസിബിൾ അല്ല. ഇനി ദയവായിട്ട് ആ രീതിയിൽ കമൻറ്റായിട്ട് ചോദിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നമുക്ക് ഏതൊക്കെയാണ് ITI ഉള്ളത്, ഏതാണ് നിങ്ങൾക്ക് ഇതിൽ എന്തും ചെയ്യാം. അതായത് ഈ പറയുന്നതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഏത് റീജിയൻ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് നീ സെൻട്രൽ റീജിയൻ നോക്കുക, നിങ്ങൾക്ക് സെൻട്രൽ റീജിയൻ നോക്കുക. സബ് ഡിവിഷണൽ ഓഫീസർ, ജൂനിയർ എഞ്ചിനീയർ, അങ്ങനെ ഈ പറയുന്ന പല റീജിയനിലും പല വേക്കൻസികളാണ്. അതായത് ഒരേ വേക്കൻസികൾ തന്നെ ഇപ്പോൾ കേരളത്തിലുള്ള വേക്കൻസി ആവില്ല, ചിലപ്പോൾ നമുക്ക് തമിഴ്നാട് ഉണ്ടാകുന്നില്ല, കർണാടക ഉണ്ടാകും, വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അത്, കാരണം സെൻട്രലിൻ്റെ ജോലിയാണ്, നമുക്ക് എവിടേക്കും ട്രാൻസ്ഫർ കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ള ജോലിയാണ്. അതുകൊണ്ട് എവിടെ കിട്ടിയാലും നമുക്ക് വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ കേരളത്തിലെ വേക്കൻസി മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ള നിലപാടിൽ നിൽക്കരുത്. എല്ലാത്തിനും നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക, അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്, അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമുക്ക് 2 രീതിയിൽ അപ്ലൈ ചെയ്യാം. SSCയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ആൻഡ്രോയിഡിൽ നിന്ന് മൈ SSC എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. ആൻഡ്രോയിഡ് 11 മുകളിലേക്ക് ഇത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. മൈ SSC എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ള ഞാൻ വീഡിയോയുടെ അവസാനം വിശദമാക്കാം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ഈ OTR, അതായത് 1 ടൈം രജിസ്ട്രേഷൻ എന്ന് പറയും. OTR ചെയ്യുക. അതായത് ഓൾറെഡി OTR ചെയ്തവരാണെങ്കിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് SSCയുടെ വെബ്സൈറ്റിൽ കയറി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്പ് ത്രൂ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വർഷം വരെയൊക്കെ മൊബൈൽ ആപ്പ് ത്രൂ നമുക്ക് ഫോട്ടോ എടുക്കാൻ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് ഫുള്ളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റ് ആ മൊബൈൽ ആപ്പിലൂടെ ചെയ്യാൻ പറ്റും. ആ SSCയുടെ ഒരു നോട്ടീസ് വന്നിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ നിങ്ങൾ ചെയ്യണം. അത് ചെയ്യുന്നത് ബെറ്റർ ആണ്. അതില്ലെങ്കിലും നിങ്ങൾക്ക് ആധാർ ഇല്ലെങ്കിലും എന്താണ് നോ എന്ന് കൊടുത്ത് മുന്നോട്ട് പോകാം. നോ എന്ന് കൊടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, OTR ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത സമയത്ത് ഫോട്ടോ ലൈവ് ക്യാപ്ചറാണ്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ തന്നെ നിങ്ങളുടെ അപേക്ഷ ഒരിക്കലും എന്ത് ചെയ്യില്ല, റിജക്റ്റ് ആയി പോകില്ല. ഇനി അത് ഫോട്ടോയിലും സിഗ്നേച്ചറും വന്ന പോരായ്മകൾ നിങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് വേറെ ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മൾ ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു റിസ്ക് എടുക്കാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ ചെയ്യാൻ പറ്റും. ഈവൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആയി പോലാണ് സാധാരണഗതിയിൽ. അപ്പോൾ ഈ ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു പോസിബിലിറ്റി അവിടെ ഇല്ല. നിങ്ങളുടെ അപേക്ഷ ഒരിക്കലും റിജക്റ്റ് ആവില്ല. നിങ്ങളെ ഐഡൻറ്റിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു ബയോമെട്രിക് ഡാറ്റ വെച്ച് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങൾ അവിടെ നിങ്ങൾക്ക് നേരിടുന്നില്ല എന്ന് പ്രത്യേകമായിട്ട് അവർ പറയുന്നു. അതുകൊണ്ട് ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ ചെയ്യാൻ എല്ലാ ഉദ്യോഗാർത്ഥികളോടും അവർ അവർ പറയുന്നുണ്ട്. അത് പറയാന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായിട്ടല്ല, അതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ള രീതിയിലാണ്. കാരണം നമുക്കത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ നോ എന്ന് കൊടുത്താൽ നമുക്ക് മറ്റ് ഡോക്യുമെൻറ്റ്സ് വെച്ച് അങ്ങനെ പോകാം. പക്ഷേ അത് ചെയ്യാനാണ് കൂടുതൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി ഇപ്പം പണ്ടൊക്കെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഫോട്ടോ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യലാണ്.
ഓക്കെ, ഒരു ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റുഡിയോയിൽ പോയി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. അങ്ങനെയുള്ള സംവിധാനം അല്ല ഇപ്പോൾ SSCയിൽ. ഇത് ലൈവായിട്ട് ക്യാപ്ചർ ചെയ്യും. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു എന്താണ് നമ്മളിപ്പം പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോ നമ്മുടെ കയ്യിൽ വേണ്ട, ഓൾറെഡി നമ്മൾ എടുത്തു വെച്ച ഫോട്ടോ നമ്മുടെ കയ്യിൽ വേണ്ട. നമ്മൾ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഫോട്ടോ റിയൽ ടൈം ഫോട്ടോ ക്യാപ്ചറിങ് സംവിധാനമാണ് ഇപ്പോൾ SSCയിലുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ റിയൽ ടൈം ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായിരിക്കണം, പ്ലെയിൻ ആയിരിക്കണം, വേറെ ഒബ്ജക്റ്റോ കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല. അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടായിരിക്കണം, ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ക്യാമറ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നോക്കണം, നമ്മൾ ചെരിഞ്ഞോ അല്ലെങ്കിൽ തിരിഞ്ഞോ ഒന്നും നോക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്യാമറ ലൈവ് ക്യാപ്ചറിൽ ഓൺ ആകുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു എന്താണ് ഒരു ലൈൻ ഓപ്പൺ ആയി വരും. അവിടെ ആ ലൈനിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ഫേസ് വരേണ്ടത്. അപ്പോൾ ആ ഫേസ് നമുക്ക് ഭയങ്കരമായിട്ട് ക്ലോസ് ആവും ചെയ്യരുത്, ഫാർ ആവും ചെയ്യരുത് എന്നുള്ള ലെവലിൽ അത്യാവശ്യം നമുക്ക് എന്താണ് ഫേസ് കാണുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ മറ്റ് ക്യാപ്സോ കാര്യങ്ങളോ ഒന്നും മാസ്ക് ഒന്നും ഇടാൻ പാടില്ല. അതൊക്കെ പിന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നാൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കുക കേട്ടോ. ഞാനിവിടെ അവർ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. അതായത് നമ്മളിപ്പം ലൈവായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഇവർ പറഞ്ഞ നിർദ്ദേശപ്രകാരം ഫോട്ടോ എടുക്കുക. ഇനി എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടോ എന്തെങ്കിലും നമ്മുടെ ഒരു ക്ലാരിറ്റിയിലോ അല്ലെങ്കിൽ നമ്മൾ എടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ തന്നെ നിങ്ങൾ ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ പ്രോസസ്സ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ ഒരിക്കലും റിജക്റ്റ് ആവില്ല. ഓക്കെ, കാരണം അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഫോട്ടോക്ക് അവിടെ പ്രാധാന്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. JPG ഫോർമാറ്റ് ആയിരിക്കണം, 10 GB 20 GB ആയിരിക്കണം സ്കാൻ ചെയ്ത് അപ്ലോഡ്. അത് നമ്മൾ ഓൾറെഡി നമ്മൾ എന്താണ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വൈറ്റ് പേപ്പറിലിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. 6 സെൻറ്റിമീറ്റർ വെടുത്തുണ്ടായിരിക്കണം, 2 സെൻറ്റിമീറ്റർ എന്താണ് ഹൈറ്റ് ഉള്ള രീതിയിലായിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിലും ഈ പറയുന്ന ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ സിഗ്നേച്ചറും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇനി അപേക്ഷാ ഫീസ് ഉണ്ട്, 100 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST OBC PWD എക്സ് സർവീസ്മാൻ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഫീ ഇല്ല. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ 28/6/2025 മുതൽ 30/6/2007 ഈ ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കുക. ആ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തിരുത്താനുള്ള ലിങ്ക് വരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അപേക്ഷ നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന തിരുത്താനുള്ള അവസരം എന്ന് പറഞ്ഞാൽ 2 തവണയാണ് അവർ തരുന്നത്. അതായത് 28/6/2025 മുതൽ 30/6/2025 3 ദിവസത്തെ ആ ഒരു ടൈമാണ്. ആ 3 ദിവസത്തിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം തിരുത്താം. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം തിരുത്തുന്നതിന് 200 രൂപയും വീണ്ടും തിരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 500 രൂപയും എന്താണ് ഫൈനായിട്ട് അവർ ഈടാക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2 തവണ നിങ്ങൾക്ക് തിരുത്താൻ അവസരമുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊന്ന് തിരുത്തിയാൽ വീണ്ടും നമുക്ക് ഡൗട്ട് വന്ന് എന്തോ ഒരു പ്രശ്നം വന്ന് അപ്പോൾ നിങ്ങൾക്ക് ഒരു തവണയും പാടെ തിരുത്താൻ തരും, പിന്നെ നിങ്ങൾക്ക് തിരുത്താൻ തരില്ല കേട്ടോ. അങ്ങനെ മാക്സിമം നമുക്ക് ലിമിറ്റ് 2 ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് തന്നെ നിങ്ങൾ അതൊക്കെ തിരുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ ആ പ്രിവ്യൂ ഒക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് ചെയ്യാം. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ സെൻറ്റർ ഇപ്പോൾ നമുക്ക് KKR റീജിയനാണ് വരുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിലാണെങ്കിൽ കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, തൃശ്ശൂർ ഇവിടെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് എക്സാം സെൻറ്റർ. ലക്ഷദ്വീപാണ് കവരത്തി, ഇവിടെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് എക്സാം സെൻറ്റർ ഉള്ളത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മറ്റു എന്താണ് ബാംഗ്ലൂർ, മൈസൂർ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്താണ് സെൻറ്ററുകൾ ഉണ്ടാകും, ചെന്നൈ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. ഇനി ഇവിടെ സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ലെവൽ നടക്കുന്നുണ്ട്. അതായത് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ എബോവ് ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട്, 10th ലെവൽ പോസ്റ്റുകളുണ്ട്, ഇനി +2 ലെവൽ പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിലേക്ക് എല്ലാം കൂടെ ഒരൊറ്റ എക്സാം അല്ല, ഓരോന്നിനും സെപ്പറേറ്റ് ഓരോ ലെവൽ എക്സാമിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും 3 ലെവൽ എക്സാമിനേഷനാണ് നടക്കുക. ഒന്ന് മെട്രിക്കുലേഷൻ ലെവൽ പറഞ്ഞാൽ 10th ബേസ് ചെയ്തുള്ള ക്വാളിഫിക്കേഷനുള്ള എക്സാമിനേഷൻ ആണ്, അവർക്ക് വേറെ തന്നെയാണ് നടക്കുക. ദെൻ ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റിലേക്ക് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ നടക്കും. ഗ്രാജുവേഷൻ എബോവ് ലെവൽ എക്സാമിനേഷൻ ഉണ്ട്. അത് ഗ്രാജുവേഷൻ മിനിമം ഗ്രാജുവേഷൻ അല്ലെങ്കിൽ PG ഒക്കെ ഉള്ളവർക്ക് ആ ഒരു പോസ്റ്റിലേക്ക് അവർ സെലക്ട് ചെയ്താൽ അതിനനുസരിച്ചുള്ള എക്സാമിനേഷനാണ് അത് നടക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സ്കീം ഓഫ് എക്സാമിനേഷൻ ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ജസ്റ്റ് ഞാനതൊന്ന് റിമൂവ് ചെയ്ത് തരാം. ഇവിടെ കാണാം നിങ്ങൾക്ക് നെയിം ഓഫ് ദ സബ്ജക്റ്റ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇതൊക്കെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് 25 ക്വസ്റ്റ്യൻ അങ്ങനെ മാർക്കുകൾ നോക്കുകയാണ് 50 ആണ് വരിക കേട്ടോ. അങ്ങനെ ടോട്ടൽ 200 മാർക്ക് വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഒന്ന് തെറ്റായി കഴിഞ്ഞാൽ റോങ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക്
50 മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് പിടിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞാൽ എല്ലാ പോസ്റ്റിലേക്കില്ല, ചില പോസ്റ്റിലേക്കൊക്കെ സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ്, അങ്ങനെ അങ്ങനെയുള്ള ക്ലറിക്കൽ പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിലേക്കൊക്കെ ടൈപ്പിംഗ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അത് ജസ്റ്റ് ക്വാളിഫൈ നേച്ചറാണ്, അതെല്ലാം നമുക്ക് നിശ്ചിത മാർക്ക് വാങ്ങണമെന്നില്ല, ജസ്റ്റ് നമ്മൾ ചെയ്ത് കാണിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാ പോസ്റ്റിലേക്കും അത് ഉണ്ടാവില്ല കേട്ടോ, സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കാര്യങ്ങൾ, അതിൻ്റെ കറക്റ്റായിട്ട് മെട്രിക്കുലേഷൻ ലെവലിൽ വരുന്ന സിലബസ് കൂടെ കൊടുത്തിട്ടുണ്ട്. വേറെ എവിടെയും സിലബസിന് പോകണ്ട, ഹയർ സെക്കൻഡറി ലെവലിൽ നോട്ടിഫിക്കേഷനുണ്ട് കേട്ടോ, ദെൻ ഗ്രാജുവേഷൻ്റെ അബോവ് ലെവൽ എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ബെസ്റ്റ് ബുക്കുകളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയുടെ ചാനലിലൊക്കെ ഇടാം, നിങ്ങൾ അതിലൊക്കെ ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ടെലഗ്രാം ചാനൽ ഇതിലൊക്കെ. പിന്നെ SC/ST OBC അതുപോലെ EWS ഇങ്ങനെയുള്ള കാറ്റഗറിയുള്ള കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തിരക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യണം ഇതിലേക്കാണ്. അപ്പോൾ ഇതിലൊക്കെ അവരുടെ സ്ക്രീൻഷോട്ട് തന്നെ, അതായത് അപേക്ഷ OTR ചെയ്യേണ്ട സ്ക്രീൻഷോട്ട് തന്നെ അവരിട്ടുണ്ട്. ഇതന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ SC/ST OBC EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഇതിൽ തന്നെ അതിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സെയിം ഫോർമാറ്റ് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തിരക്കിയ സെയിം ഫോർമാറ്റ് ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. OBC ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് കേട്ടോ, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ, അതൊക്കെ വാലിഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വാക്കൻസി ഡീറ്റെയിൽസ് ഏറ്റവും ലാസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു തന്നു എങ്ങനെയാണ് നമ്മളത് ചെക്ക് ചെയ്യേണ്ടത്, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ എങ്ങനെയാണ് നോക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു. അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫോൺ ഉപയോഗിച്ച്, അതായത് നമ്മുടെ മൊബൈൽ ആപ്പ്, ആൻഡ്രോയിഡ് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന SSCയുടെ വെബ്സൈറ്റിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കാണാം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ത്രൂ പുതിയ നോട്ടീസാണ്, ജൂൺ 2 വന്നിരിക്കുന്നത്, മൈ SSC മൊബൈൽ ആപ്പ്. ജസ്റ്റ് നിങ്ങൾ അതുപോലെ അടിച്ചാൽ മതി, ഞാൻ ജസ്റ്റ് അതിൻ്റെ ലിങ്ക് തരാം. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് നമുക്ക് മുൻപ് ഇതിൽ നമുക്ക് ജസ്റ്റ് എന്താണ് ഫോട്ടോ എടുക്കാൻ മാത്രമായിരുന്നു, ഈ പറയുന്ന ലൈവ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു മൈ SSC ആപ്പ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജൂൺ മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ജൂൺ മുതൽ കംപ്ലീറ്റ് ആയിട്ട് അത് നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ പറയുന്ന OTR നിങ്ങൾക്ക് അല്ലെങ്കിൽ ഓൺലൈൻ അപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈ SSC ആപ്പിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻഡ്രോയിഡ് വേർഷൻ അറ്റ്ലീസ്റ്റ് 11 അല്ലെങ്കിൽ ഹയർ ആയിരിക്കണം, അതിൻ്റെ മുകളിലേക്കുള്ള വേർഷൻ ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് അവർ പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു ആധാർ ഫേസ് RD ആപ്പ്, അതായത് ആധാർ ഓതൻറ്റിക്കേഷൻ നമ്മൾ നടത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആധാർ ഫേസ് RD ആപ്പും പാടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. SSC ആപ്പ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ, അത് ഓപ്പൺ ആക്കിയാൽ നമ്മുടെ SSC ആപ്പിൻ്റെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ മൈ SSC എന്ന് അടിച്ചാലും മതി. ഏകദേശം 5 മില്യൺ ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഇത് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് SSC മൊബൈൽ ആപ്പ് ത്രൂ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള വീഡിയോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ആവശ്യക്കാർ കൂടുതലുണ്ട്, നമ്മൾ എങ്ങനെയാണെന്നുള്ളത് ചെയ്യാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ആധാർ ഫേസ് RD എന്ന് കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് തരാം. ഈ ഒരു ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്പും ഡൗൺലോഡ് ചെയ്ത് വെക്കണം. 2 ആപ്പാണ് നിങ്ങൾക്ക് മൊബൈലിൽ ആപ്പ് ത്രൂ ചെയ്യുകയാണെങ്കിൽ വേണ്ടത്. പേജ് ലോഡായി വരുന്നുണ്ട്. ഇനി വെബ്സൈറ്റ് വഴിയോ അപ്ലൈ ചെയ്യാം കേട്ടോ, വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ കാണിക്കാം. ഇതാണ് ആധാർ ഫേസ് RD, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മുടെ മൈ SSC, ഈ 2 ആപ്പാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആധാർ ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി, വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ആധാർ ഫേസ് ID എന്ന് പറയുന്ന ആപ്പും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫേസ് ID എടുത്തിട്ട് അത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ആപ്പും പാടെ ഡൗൺലോഡ് ചെയ്യണം. ഇത് കാണാം 10 മില്യൺ ഡൗൺലോഡ് ഉള്ള ആപ്പാണ്, അതുകൊണ്ട് ട്രസ്റ്റഡ് ആണ്, നിങ്ങൾ അത് വിചാരിച്ചതാക്കണ്ട. അപ്പോൾ ഗവൺമെൻറ് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കേട്ടോ, അതായത് ഇവരുടെ ഒഫീഷ്യൽ നോട്ടീസിൽ, അതായത് ഞാൻ കാണിച്ചു SSCയുടെ നോട്ടീസിൽ നമുക്ക് അവർ തന്ന ലിങ്കാണ്, അത് play.google.com എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ആപ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ആധാർ ഫേസ് RDയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് 2 ആപ്പാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്, നിങ്ങൾ മൊബൈൽ ത്രൂ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആപ്പ് വഴി. ഇനി നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് SSCയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ അതിൻ്റെ നേരെ ക്ലിക്ക് ചെയ്യുന്ന ഓപ്പൺ ആക്കുക. നമ്മുടെ SSCയുടെ ഒഫീഷ്യൽ പേജിലാണ് നമ്മൾ കയറുക. ഈ ഒഫീഷ്യൽ പേജിൽ കയറി ഇവിടെ കാണാൻ ലോഗിൻ ഓർ രജിസ്റ്റർ എന്നുള്ള കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ രജിസ്റ്റർ നാവുന്ന കാണാം. ഓൾറെഡി നമ്മൾ വന്നാൽ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ നാവുന്നുള്ളതുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് പോകണം. അപ്പോൾ കണ്ടിന്യൂ കൊടുത്ത് അങ്ങനെ ചെയ്ത് പോകാം. അപ്പോൾ ഇതിൻ്റെ 1 ടൈം രജിസ്ട്രേഷനും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള, ഒന്നിലധികം പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം, നിങ്ങൾ വേണമെന്ന് അല്ലെങ്കിൽ വേണ്ട എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ മൊബൈൽ ആപ്പ് ത്രൂ ആണോ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഒരു വെച്ചിട്ട് ഡെമോ കാണിക്കണോ, അതല്ലെങ്കിൽ ഓൺലൈൻ ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യണോ, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടെന്ന് നിങ്ങൾ നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യാം, ആ രീതിയിലൊരു ഡെമോ വീഡിയോ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമയമുണ്ട് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചാടിപ്പാഞ്ഞ് അപ്ലൈ ചെയ്ത്
ചെയ്തിട്ട് നിങ്ങൾ അബദ്ധങ്ങൾ വരുത്തണ്ട. അപ്പോൾ അവിടെ നമുക്ക് സമയനഷ്ടവും നമുക്ക് എന്താണ് ഈ പറയുന്ന സാമ്പത്തിക നഷ്ടവും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതൊരു അപേക്ഷയും നമ്മൾ തുടക്കത്തിൽ തന്നെ അത് കയറി അപ്ലൈ ചെയ്യേണ്ട, ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കരുതെന്നുള്ളൂ. അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നോക്കി പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക. നമ്മുടെ അപേക്ഷയാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ നമ്മുടെ ആ ഒരു എക്സാം എഴുതിയിട്ട് വരെ കാര്യം ഉണ്ടാവില്ല. ആ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് നമ്മളത് റിയലൈസ് ചെയ്യുക, നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആയി പോകും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അത് SC ST OBC ഇങ്ങനെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അത് ഉണ്ടാക്കി വെക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷ നൽകേണ്ടതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിന് നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തോളൂ, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ഇങ്ങനെ വരും. നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയും നിങ്ങൾ ഫോളോ ചെയ്തോളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വിശദമായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.